തയ്യാറാക്കുന്നത്. നമുക്ക് ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിന് പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. എരിശ്ശേരിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. മത്തങ്ങയും വൻപയറും ഒക്കെ ചേർത്തിട്ടുള്ള വറുത്തെരിശ്ശേരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വൻപയറാണ്. 1/4 കപ്പ് വൻപയർ ഇതുപോലെ ഒന്ന് കുതിർത്തിയെടുത്തതാണ്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട മത്തങ്ങ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കഷ്ണം മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് ഇതുപോലെ ക്ലീനാക്കി എടുക്കുക കേട്ടോ. മത്തൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതുപോലെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ മത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറഞ്ഞ ഒരു ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും ഉണക്കൽ മുളകുമാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക. അപ്പോൾ അതാ തേങ്ങയൊക്കെ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ മത്തങ്ങ വമ്പയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.